നമസ്കാരം. തട്ടുകടയിൽ നിന്നും വാങ്ങുന്ന കോളിഫ്ലവർ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതേ ടേസ്റ്റോടുകൂടെ തന്നെ അത്രയും ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇത് തയ്യാറാക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴും ഒക്കെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. വെജിറ്റേറിയൻകാർക്ക് മാത്രമല്ല, നോൺ വെജിറ്റേറിയൻകാർക്കും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള മൊരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ. അപ്പം ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ഇതളുകളാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഇതളുകളാക്കി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആദ്യം നമുക്കിതൊന്ന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിലൊന്ന് നന്നായി കഴുകിയെടുക്കാം. ഇതിൽ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കോളിഫ്ലവർ പലരും പലതരത്തിലാണ് കഴുകിയെടുക്കാറ്. നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇത് നന്നായി കഴുകി വെള്ളം എല്ലാം കളഞ്ഞ് എടുക്കണം. ഇതിൽ ഒട്ടും വെള്ളം പാടില്ല. അപ്പം നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുക്കാം. ഇനി ഇത് ഇത്തിരി സമയം തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇത് ഈ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം ഇട്ട് വെക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇത്രയും തിളച്ചാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്ത കോളിഫ്ലവറാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോളിഫ്ലവർ ഇട്ടിട്ട് തിളപ്പിക്കരുത്. ഈ തിളച്ച വെള്ളത്തിലിടുമ്പോൾ തന്നെ ഇത് കുറച്ച് വെന്ത് കിട്ടും. അപ്പം ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് സമയം മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പം ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് മൈദയാണ്. ആ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിയുടെ അളവ് കൂടരുത്, അപ്പോൾ വല്ലാതെ ഹാർഡായി പോകും. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളകൊക്കെ നമ്മുടെ പാകത്തിന് അനുസരിച്ച് ചേർക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണില്ല. ഇത് മാത്രമേ ചേർക്കണുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി കുറച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചൂടാക്കിയ ഓയിലാണ്. ഒരു 2 ടീസ്പൂൺ ഓയിൽ നന്നായി ചൂടാക്കിയത്. അതും കൂടെ ചേർക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ ആദ്യം നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. മൈദ ചേർക്കുമ്പോഴാണ് ഇതിന് കോട്ടിംഗ് ഒക്കെ ശരിക്കും കിട്ടുള്ളൂ. മൈദയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, അപ്പോൾ ബാറ്റർ വല്ലാതെ ലൂസായി പോകും. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാൻ. അധികം ലൂസായി പോകരുത്. എന്നാൽ മാത്രമേ നമ്മുടെ കോളിഫ്ലവർ ഇതിൽ മുക്കുമ്പോൾ കോട്ടിങ് ശരിക്കും കിട്ടുള്ളൂ നമുക്ക്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവർ നമുക്കൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല. നമ്മൾ വറുത്തെടുക്കണതായ കാരണം ഒട്ടും വെള്ളം പാടില്ല. അപ്പം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്കത് നന്നായി വെള്ളം കളഞ്ഞെടുക്കാം. വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഒരു കോട്ടിങ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്കൊരു 5 വെളുത്തുള്ളി നന്നായി ചതച്ചത്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡയറക്റ്റ് ബാറ്ററിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഫ്ലേവറിലും വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും ഇതുപോലെ കോളിഫ്ലവറിൽ ചേർത്തിട്ട് ചെയ്യും. ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈയോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കണില്ല, അല്ലാതെ തന്നെ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലവർ, ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിൽ ഇടുമ്പോൾ അത് നന്നായി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ല എന്ന് കരുതി ഇതുണ്ടാക്കാതിരിക്കേണ്ട. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ തന്നെ വേണം ഈ കോളിഫ്ലവർ എടുക്കാൻ. നമുക്കിതിനി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. തിക്ക് ബാറ്റർ ആണെങ്കിൽ മാത്രമേ ആ കോട്ടിങ് അതിൽ പിടിക്കുള്ളൂ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. എല്ലാ കോളിഫ്ലവറും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ചെറിയ ഇതളുകളാക്കിയാൽ മാത്രമേ നമുക്കിത് ഇതുപോലെ കിട്ടുള്ളൂ. വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കോളിഫ്ലവറിൽ ഈ ബാറ്റർ അധികം പിടിക്കില്ല. അപ്പോൾ നമുക്കത് മാക്സിമം ചെറിയ ഇതളുകളാക്കി തന്നെ എടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ആ ബാറ്റർ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ഇതിന് നല്ല ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം വെളിച്ചെണ്ണയിൽ വറുക്കുന്ന സാധനങ്ങളുടെയൊക്കെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതെടുക്കാം. ചൂടായിട്ടുണ്ട്. നന്നായി തിളയ്ക്കുമ്പോൾ മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ. വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ട്, തിളച്ച എണ്ണയിലാണ് ഇത് ഇട്ടിട്ട് വറുത്തെടുക്കുക. അതുപോലെ തന്നെ അപ്പോഴും നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഓരോന്നായിട്ട് തന്നെ ഇടണം. അതുപോലെ തന്നെ ഇടുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനും നോക്കണം. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് കാണുമ്പോൾ അറിയാം കുറേശ്ശെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിടുമ്പോൾ തന്നെ കുറച്ച് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അധികം സമയം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ആവുള്ളൂ. ഇപ്പോൾ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഒറ്റയ്ക്ക് ഇട്ടാൽ മാത്രമേ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. ഇത് എണ്ണയിൽ നിന്നും കോരിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ഓയിൽ പോയി കിട്ടാൻ വേണ്ടി നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്ക് ഇടാം. തണുത്ത് കഴിഞ്ഞാലും ഇതേ ക്രിസ്പിനെസ്സോട് കൂടെ തന്നെ ഇതിരിക്കും. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഓരോന്നായിട്ട് തന്നെ ഇടണം. അതുപോലെ തന്നെ തീ കുറച്ച് വെക്കേണ്ട. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ വറുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതും ആയിട്ടുണ്ട്. ഒരു വശമൊക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ കളറ് മാറുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം.
ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റിയായ കോളിഫ്ലവർ ഫ്രൈ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതും കൂടെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. കാണുമ്പോഴേ അറിയാം നമുക്ക് ഇതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ആ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തതും കൊണ്ട് നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് എണ്ണയിൽ ബാക്കിയുള്ള മാവിൻ്റെ അംശമൊക്കെ നമുക്കൊരു അരിപ്പ വെച്ച് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ 2 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. പച്ചമുളക് എണ്ണയിലിടുമ്പോൾ സൂക്ഷിക്കണം, മേലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. കുറേ പേർക്കൊക്കെ ഇത് അറിയുന്നതായിരിക്കാം. ഇതായിട്ടുണ്ട്. ഇത് നമുക്കിന്ന് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇത് കോളിഫ്ലവറിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് പൊടിച്ച കറിവേപ്പില ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ ഇതളുകളാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഈ വറുത്ത എണ്ണ ആയതുകൊണ്ട് ഇത് അത്ര ക്രിസ്പി ആയി കിട്ടില്ല. എന്നാലും ഒരുവിധം ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായി വാടിയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഇതും എണ്ണയിൽ നിന്നും കോരി കോളിഫ്ലവറിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പം അതേ ഒരു ടേസ്റ്റുമാണ് ഇതിന്. അതുപോലെ തന്നെ അതേ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയായ കോളിഫ്ലവർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനലായിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് അതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫംഗ്ഷനും ഇത് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാം. ഗസ്റ്റ് വരുമ്പോഴോ എല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഉറപ്പായും ഇഷ്ടപ്പെടും. തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറുമാണ്, അതേ ടേസ്റ്റുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.